യാ മുഹമ്മദ് നബിയേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം. അതുകൊണ്ട് ഈ മണ്ണിൽ ഏത് പാട്ടും നമുക്ക് പാടാം. തീർച്ചയായിട്ടും. ഇപ്പം എനിക്കിത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ എപ്പോൾ എന്നെ അവിടുന്ന് ഓടിച്ച് തൂക്കിയെടുത്ത് എറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അത് ഗുരുവായൂരിൽ മാത്രമല്ല, ഏതൊരു ക്ഷേത്രമായിരുന്നാലും അതും ആരുടെ കുറ്റമല്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ്. പക്ഷേ ഓച്ചിറ എല്ലാ വിശ്വാസവും സ്വീകരിക്കും. കാര്യം ഒരു തെക്കൻ കാശി കൈലാസം അതിൻ്റെ പൂർണ്ണഭാവം യഥാർത്ഥ ഓച്ചിറയാണ്. നമുക്ക് ആവശ്യപ്പെടുന്ന ഏത് ഭക്തിഗാനവും പാടാം. അത് ക്രിസ്തീയ ഭക്തിഗാനമെങ്കിൽ അങ്ങനെ പാടാം, ഇസ്ലാമികമാണെങ്കിൽ അത് പാടാം, ഹിന്ദു ഭക്തിഗാനമാണെങ്കിൽ, അല്ലെങ്കിൽ ഗുരുദേവനെ കുറിച്ചാണെങ്കിൽ, ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ കുറിച്ചാണെങ്കിലും നമുക്ക് എന്തും പാടാം. അതാണ് ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഭക്തിപരമായിരിക്കുന്ന ഏത് കീർത്തനങ്ങളും ഇവിടെ നമുക്ക് സ്വീകാര്യമാണ്. ഇത് എനിക്ക് ഇപ്പോഴെങ്ങുള്ള അറിവല്ല, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉള്ള അറിവാണ്. പലരും ഇവിടെ വന്ന് നമ്മുടെ ഉത്സവം പ്രമാണിച്ച ഓഡിറ്റോറിയത്തിലൊക്കെ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോലി, എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. വന്നതേ ഉള്ളു. എന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഞാൻ ചുമ്മാ സാധാരണ മിക്കവാറും പാട്ട് പാടുമല്ലോ. അപ്പൊ അങ്ങനെ 2-3 പാട്ട് പാടി. മൂന്നാമത്തെ പാട്ടായുള്ളൂ അല്ലേ? അങ്ങനെ അധികം പാടുന്നൊന്നുമില്ല. ഇന്നലെ കുറെ സമയം പാടിയായിരുന്നു. ഇന്നലെ ഇവിടെ പരിപാടിയൊക്കെ അല്ലായിരുന്നോ? അതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. മറ്റേ അമ്പലമില്ലാതെ കേട്ടായിരുന്നോ പാടിയത്? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളു. ഈ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാൻ. അത് നമ്മളൊരു ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ക്ഷേത്രമല്ലല്ലോ, ഇവിടെ എല്ലാം സ്വീകാര്യമാണല്ലോ, നമുക്ക് എല്ലാ മതസ്ഥരും ഉണ്ട്. അതെ അതെ. അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ കേട്ടായിരുന്നോ? ഇല്ല, ഞാൻ വന്നതേ ഉള്ളായിരുന്നു. ആണല്ലയോ? ഇത്ര പാട്ട് ഇപ്പം പാടി 3 പാടിയില്ലേ? ഇപ്പം 3 പാടിയേ ഉള്ളൂ. വലിയ ആളുകൾ ഇപ്പം കാണില്ല. ഇല്ല, 2-3 പാട്ട് പാടി ഞാൻ നിർത്തുവാണ്. നമ്മൾ ഒരു സാമ്പത്തിക ഈ പലരും ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് ഒരാള്, അതായത് പക്ഷെ അവർക്ക് ഇടുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അതിനകത്ത് റീച്ച് കിട്ടും. ഞാൻ എന്തോ സാമ്പത്തികം ഒരു വലിയത് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തീരെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന ഒരിക്കലും അല്ല. കാര്യം എൻ്റെ ഒരു നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടല്ലേ, അതാണ് കാര്യം. എനിക്ക് അങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി തുണിയും പിരിച്ചിരുന്ന് പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഈശ്വരൻ ആ ഒരു അത്രയ്ക്ക് കഷ്ടപ്പാടിലേക്ക് എന്നെ എത്തിച്ചിട്ടില്ല. എനിക്കിന്ന് ജീവിക്കാൻ എൻ്റെ കയ്യിൽ തന്നെ കണ്ടില്ല, ഇപ്പം സ്വർണ്ണ മോതിരമുണ്ട്, മാലയുണ്ട്. ഇതൊക്കെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ എനിക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് ഇപ്പം തരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരുന്ന് പാടുന്ന പറഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഇതും, പിന്നെ നമുക്ക് അതിനകത്ത് ആരെങ്കിലും 1 രൂപ അല്ലെങ്കിൽ ഒരു ദക്ഷിണ തരികയാണെങ്കിൽ അതിൽ ഓസ്കാർ അവാർഡിനേക്കാളും രാഷ്ട്രപതിയുടെ ബഹുമതി കിട്ടുന്നതിനേക്കാളും എനിക്ക് വളരെ പ്രിയങ്കരമാണത്, ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം നമ്മൾ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ആ ഒരു പഴയ നില നമ്മൾ മറക്കരുതല്ലോ. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹവും കിട്ടും. തന്നെയല്ല, എനിക്ക് ഇത് മുഖാന്തരം കുറേ പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞ് ബാബു ഇപ്പൊ തീരെ കഷ്ടപ്പാടിലാണ്. ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ. ഞാൻ കാരണം ഒരു 3 വർഷം മുമ്പാണ് ചേട്ടന്റെ വീഡിയോ ഞാൻ വന്നെടുത്തത്. പക്ഷെ പിന്നീട് ഞാൻ കാണുന്ന ആ ഒരു വീഡിയോ എവിടെയാണ്. എന്തെങ്കിലും അഭിമുഖം ചോദിക്കണോ അതിനെപ്പറ്റി ചോദിക്കണം കേട്ടോ, ഇങ്ങനെ ചോദിക്കണം. അടുത്ത കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നായിരുന്നല്ലോ, അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം റെക്കോർഡാണ്. ആണല്ലേ? എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ചേട്ടൻ മോതിരമുണ്ട്, വളയുണ്ട്, മാലയുണ്ട്, ഇതെല്ലാം ഉണ്ട്. സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല. ഈ അങ്ങനെയാണെങ്കിൽ ഇതിലാരാണെന്ന് അറിയാവോ? ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾ അന്നും കുറെ സംസാരിച്ചായിരുന്നു. ഇത് കണ്ടല്ലോ, ലോക്കറ്റ് കേട്ടോ, വലിയ ലോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ശ്രീനാരായണ ഗുരു അടുത്തോട്ട് കൊണ്ടുവന്നേ കണ്ടാ. ഗുരുവിനെ ഭയങ്കര ഇഷ്ടമാണോ? അതെ അതെ അതെ, ഗുരുവാണ് ഞാൻ ഗുരുവിൽ അതായത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയിലൂടെയാണ് ഞാൻ ഗുരുവിനെ അറിയുന്നത്. അതിന് മുമ്പ് ഗുരുവിനെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഗുരുവിനെ എനിക്ക് വേറൊരു കാഴ്ചപ്പാടായിരുന്നു. കാര്യം വിപ്ലവകാരിയായ സന്യാസി, ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ഒരു സാമുദായിക നേതാവ്. പക്ഷെ അതിനുപരി ഒരു ഈശ്വരനും അപ്പുറമാണ് ഗുരുവിന്റെ സ്ഥാനമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞത് ബാബയിലൂടെയാണ്. ഞാൻ വന്നിപ്പം കഴുത്തെ മൈക്ക് വെച്ച് ആരാന്നും പറഞ്ഞാൽ ചേട്ടൻ സമ്മതിച്ചേ. കഴുത്ത മാലയെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചോദിക്കാതെ വെച്ചാണ്. അതെ, അത് സാരമില്ല കാര്യം. അത് പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാവരും വിശ്വാസമാണോ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വജീവ നമസ്കാരം ഈശ്വരൻ പ്രതി ഗച്ഛതി എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ പറയുന്നത്. അപ്പൊ എല്ലാം ഒരേ വിശ്വാസത്തിലേക്ക്, അത് ഏത് ഇതായിരുന്നാൽ പോലും. അതുകൊണ്ടല്ലേ ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറയും വിശുദ്ധ ഖുർആനിൽ. നിനക്ക് നിന്റെ മതം,
എനിക്ക് എൻ്റെ മതം എന്നുള്ളതാണ്. യാ അയ്യൂഹന്നാസ് എന്നാണ് പറയുന്നത്, അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ് പറയുന്നത്. അങ്ങനെ പല നമ്മൾ സൂറത്തിടുന്നത്. ഇപ്പം തന്നെ അറിവാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതീകാത്മകതയാണ് ജിബ്രീലിൽ എന്ന മലക്ക് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിറാ ഗുഹയിൽ വെച്ച് പറഞ്ഞത്. അതായത് സൂറത്തുൽ ഇഖ്റ ഇത് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. നിന്റെ സൃഷ്ടാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക. ഇതന്നെ ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യ നിധി തെളിഞ്ഞിടും ഇതിനില്ല നീതിഹാനി എന്ന് പറയുന്നത്. ചേട്ടാ ഞാനൊരു കാരണം എനിക്ക് ഇത്രയും വിവരമൊന്നും കേട്ടോ മനസ്സിലാക്കാൻ പറ്റിയേ. ചേട്ടാ അന്നേരം ഒരുപാട് ഉയരത്തില്ല. അയ്യോ ഇല്ല, ഒന്നുമില്ല. അത് എന്താ കാര്യം എന്നറിയാമോ, ഞാൻ ഗുരുദേവ പ്രഭാഷണത്തിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള അറിവല്ലേ. അങ്ങനെ ഈ ഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന നമുക്ക് അറിവ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എത്ര അറിവ് കിട്ടിയാലും നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കാവുള്ളൂ. എനിക്കൊന്നും അറിയില്ല. തിരുവനന്തപുരം അതുല്യയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു, ആരോ മുഴക്കുന്ന കാട്ടുപക്ഷികൾ. അപ്പൊ ചിലരെന്നോട് പേര് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ പേര് അബ്രഹാം ഇബ്രാഹിം അപ്പുക്കുട്ടൻ എന്ന് പറയും. ജാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇമുക്കിറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും പിന്തുടരുന്നത്. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കേട്ട ഒരു നാടകമാണ്. അപ്പം അതിൻ്റെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലരെന്നോട് എൻ്റെ പേര് ബാബു പത്മനാഭൻ എന്ന് ഞാൻ പറയും, കായംകുളം ബാബു എന്ന് പറയും. കായംകുളം എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ പേര് അധികം ഓർമ്മ വരുന്നത്. എന്റെ ഫോണിൽ ചേട്ടന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് കായംകുളം. അതെ, കൊച്ചുണ്ണി കഴിഞ്ഞാൽ 2ാം സ്ഥാനം എനിക്ക് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഈ കായംകുളത്തിന്റെ പേരിൽ അങ്ങനെ അധികം ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. കലാപ്രസ്ഥാനമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, KPSC ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ കായംകുളത്തിന്റെ പേരിൽ കലാകാരന്മാർ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു വിമല ചേച്ചിയുണ്ട് കഥാപ്രസംഗ രംഗത്ത്. പിന്നെ പ്രധാനമായിട്ട് നമ്മളെ കായംകുളം കൊച്ചുണ്ണിയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ആ കായംകുളത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ലോകപ്രശസ്തമാക്കി. എന്നോട് പലർക്കും നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എന്നോട് ചെറിയൊരു ഇതുണ്ട്, ഒരു വിയോജിപ്പുണ്ട്. ഓച്ചിറയുടെ പേര് പറഞ്ഞില്ല. പക്ഷെ ഓച്ചിറ പരബ്രഹ്മമൂർത്തിയാണ് എൻ്റെ എല്ലാമെങ്കിലും ഞാൻ കൊച്ചുനാൾ തൊട്ട് കായംകുളം പ്രൈവറ്റ് ബസ്സുകളിൽ പാടിയത് എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ വീഡിയോ എടുത്ത ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നില്ലേ? ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. അത് വിഷമം ഉണ്ടായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. അതൊക്കെ പലരും എടുക്കുന്നതല്ലയോ. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാപ്ഷൻ ശരിയായില്ലല്ലേ? ഇല്ല, വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ പലരും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കുറിച്ച് ചില വികലമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വിമർശനം ഉണ്ടാകട്ടെ. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്നല്ലയോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. വിമർശനങ്ങൾ നല്ല കാര്യത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്നത്. മാത്രമല്ല വിമർശിക്കപ്പെടാത്ത ജീവിതം അർത്ഥശൂന്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഞാൻ. നമുക്കൊരു പാട്ടിലോട്ട് പോയാലോ? ഒരു ഇസ്ലാമിക ഭക്തിഗാനമാണോ? അല്ല, ഏതാ പാടേണ്ടത്? ഇസ്ലാമിക ഭക്തിഗാനം അങ്ങനെ എനിക്ക് അറിയില്ല. ഇഷ്ടമുള്ള നല്ലൊരു പാട്ട്. ഇസ്ലാമിക ഭക്തിഗാനമാണോ? അതോ ശരി, ആയിക്കോട്ടെ. ഇവിടെ വന്നാൽ മാത്രമേ പാടാൻ പറ്റൂ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനീ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനീ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നു. നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. നിയമത്തും റഹ്മത്തും നിറയ്ക്കെന്റെ പരനേ. പരമദയാപരനായൊരു സുബ്ഹാനേ. എൻ കൽബിനുള്ളിൽ പടരും വേദന നീക്കിട റഹ്മാനേ.
അല്ലാഹുവല്ലാതാരൊരു രക്ഷ എനിക്ക് ആദിയോനെ എനിക്ക് കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. ആകാശം ഭൂമിയെല്ലാം പടയ്ത്ത് നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച് എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച് അല്ലാക്കിൻ കതിരോർത്തിട്ടെന്റെ മനം തുടിച്ച് എത്തിര അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് പോറ്റിയിടും പെരിയോനല്ല ആലമുൽ കുയ്ബായോനല്ല കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. ഓരോരോ വീർപ്പിൽ എൻ്റെ ആയുസ്സെണ്ണം കുറയും ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്നു നിറയും മഹിഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മന്നാനെ സ്വർഗത്തിൽ ഒരിടം തന്നു കനിയ് ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതി കൽവിൽ ഈ മാനൂട്ടിനെ എന്നെ നടത്തിക്ക് യാ ഇലാഹി നീയാണെല്ലാറ്റിനും രക്ഷ എന്തിനാണ് ഈ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കുട്ടിക്കാലാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം കുട്ടിക്കാലം ഓർമ്മ വരുന്നത് കാരണം എന്താ അറിയോ, ഈ പണ്ട് നബിദിനമൊക്കെ വരുമ്പോഴേ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞ മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അന്നേരം അവിടെ ഈ നബിദിനം വരുമ്പോൾ ഈ പാട്ട് ഉറപ്പായിട്ട് അവിടെ ഇടും. അന്നേരം ഞങ്ങളെല്ലാം ആ ഒരു കാലത്ത് ആ ഒരു പൊതിച്ചോറൊക്കെ മേടിക്കാനൊക്കെ പോകുന്നതൊക്കെ ഓർമ്മ വരുന്നത്. അല്ല അതെന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മള് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ ഇപ്പോഴും അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഞങ്ങളൊക്കെ വലുതായതുകൊണ്ട് ഇപ്പം എല്ലാവരും അങ്ങനെ സ്ഥലത്തില്ല. അപ്പൊ ഈ വിശാല മനസ്ഥിതി എല്ലാവർക്കും കാണത്തില്ലതാണ്. നമ്മൾ എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് യഥാർത്ഥ ഈശ്വരനെ അറിയാൻ കാര്യം. എല്ലാം ഒന്ന് എന്നുള്ള ഒരു ആത്മബോധം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് വ്യത്യാസമില്ല. നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസമാണ് വലുത്, എൻ്റെ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ ഈ കലഹങ്ങൾ. ഇപ്പം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ആശയക്കുഴപ്പത്തെയാണ് യുദ്ധങ്ങളിൽ പോലും കൊണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും ഇറാഖ് പ്രസിഡന്റ് തമ്മിലുള്ള വിഷയം, അല്ലെങ്കിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള വിഷയം. അപ്പം ഇവർ പരസ്പരം ഈ ഒന്ന് സ്നേഹമായിട്ട് കൈകോർക്കുകയാണെങ്കിൽ പിന്നെ ഒരു വിഷയമില്ല ഇവിടെ. അപ്പം എല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ ഏത് പാട്ടും നമുക്ക് പാടാം തീർച്ചയായിട്ടും. ഇപ്പം എനിക്കിത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ എപ്പോൾ എന്നെ അവിടുന്ന് ഓടിച്ച് തൂക്കിയെടുത്ത് എറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അത് ഗുരുവായൂരിൽ മാത്രമല്ല ഏതൊരു ക്ഷേത്രമായിരുന്നാലും അതും ആരുടെയും കുറ്റമല്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ്. പക്ഷേ ഓച്ചിറ എല്ലാ വിശ്വാസവും സ്വീകരിക്കും. കാര്യം ഒരു തെക്കൻ കാശി കൈലാസം അതിൻ്റെ പൂർണ്ണഭാവം യഥാർത്ഥ ഓച്ചിറയാണ്.
തന്നെയല്ല ശ്രീനാരായണ ഗുരുദേവനെ തുടങ്ങിയ പോലുള്ള പുണ്യാത്മാക്കളൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം. അത് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരത്താണ്ടുകൾക്ക് മുൻപായിട്ട് തന്നെ ഈ ഓച്ചിറ മണ്ണിൽ എല്ലാവർക്കും ഒരേപോലെ പ്രവേശനം ഒരു ക്ഷേത്ര പുണ്യഭൂമിയാണ് ഓച്ചിറ എന്ന് പറയുന്നത്. ഓക്കേടാ ചേട്ടാ, പോകാൻ പറ്റത്തില്ല, എല്ലാരും ഓരോരോ പാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം ഉണ്ടേ, അന്നേരം നമുക്ക് ഇനി അങ്ങോട്ട് വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ആൾക്കാരെ വിളിക്കണ്ടേ, അങ്ങനെ ഒരു സംഭവം സംസാരിക്കണ്ടേ? നമ്മളെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടനെ കൊണ്ട് സ്വന്തമായിട്ട് പാട്ട് എഴുതി പാടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാം. ചേട്ടൻ ഉറപ്പായിട്ട് വന്ന് ചെയ്യുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എവിടെയായാലും. അതെ, എന്റെ ഫോൺ നമ്പർ ഒന്ന് കൊടുത്തേക്കണം. പറഞ്ഞു ചേട്ടൻ തന്നെ പറഞ്ഞു. 99 47 38 19 41. അതുപോലെ ഞാൻ ഭക്തിഗാനസുധ, സംഗീത കച്ചേരി, പിന്നെ വിവാഹ ചടങ്ങുകൾക്കുള്ള പ്രോഗ്രാം, പിന്നെ 1 man ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഭക്തിഗാനസുധയും ചെയ്യുന്നുണ്ട്, 1 man കരാക്കെ, പിന്നെ ഗുരുദേവ പ്രഭാഷണം മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭജൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിക്കുക. ഓക്കെ, എനിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത് വളരെ തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ എഴുന്നേക്കട്ടെ. ഒരുപാട് ഉണ്ട്, അവർക്കുള്ള ആഗ്രഹം വെച്ചാൽ അതിനുള്ള പാട്ട് പാടി കൊടുക്കുക. ഓ തീർച്ചയായിട്ടും. എഴുന്നേക്കട്ടെ. ശങ്കര പാടാൻ വന്നു. ശങ്കര പാടാൻ മക്കം പിറந்த രാജരാൽ മനാൻ പുകഴ്ந்த ദൂതരാം ദിക്കിൽ മദീന പൂമണി ദാദാ ഹബീബു യാ നബി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഹക്കാം നബി ശിരിൽ സിനായ മുസ്തഫ സദാർ ഹമീദ് മുസ്തഫ ഹമീദ് മുസ്തഫ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. എക്കാലവും സമസ്തമേ കുന്നിറൈந்த കാരമേ ഹക്കുൽ യതീമി ചേർമണി ഹാഷിമി വംശ കൺമണി ശിർക്കിന്നത് തമാമണി ശിർക്കിന്നത് തമാമണി തൗഹീദു യാ മുഹമ്മദി ശിരിൽ സിനായ മുസ്തഫ സദാ ഹമീദ് മുസ്തഫ ഹമീദ് മുസ്തഫ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. ഖൈറുൽ ബറായ സയ്യിദി കരുണ കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഹക്കാം നബി ശിരിൽ സിനായ മുസ്തഫ സദാ ഹമീദ് മുസ്തഫ
ഹമീദ് മുസ്തഫ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ